എന്ന വർക്കിംഗ് മോഡലാണ്. 7ാം ക്ലാസ്സിലെ വേൾഡ് ഓഫ് ഇലക്ട്രിസിറ്റി എന്ന പാഠഭാഗത്ത് നിന്ന് എങ്ങനെയാണ് വൈദ്യുതി ഉത്പാദിപ്പിക്കുന്നത് എന്ന് വൈദ്യുതി ഉത്പാദിപ്പിക്കുന്ന ഉപകരണമാണ് ജനറേറ്റർ എന്ന് ഞങ്ങൾ മനസ്സിലാക്കി. മെക്കാനിക്കൽ എനർജി ഇലക്ട്രിക്കൽ എനർജി ആക്കി മാറ്റുന്ന ഉപകരണമാണ് ജനറേറ്റർ. കേരളത്തിൽ ഏറ്റവും കൂടുതൽ വൈദ്യുതി ഉത്പാദിപ്പിക്കുന്നത് ജലത്തിന്റെ ശക്തി ഉപയോഗിച്ചാണ്. ഈ ഉത്പാദിപ്പിക്കുന്ന വൈദ്യുതിയാണ് ഹൈവേകളിലെ സ്ട്രീറ്റ് ലൈറ്റുകൾക്കും സിഗ്നൽ ബോർഡുകൾക്കും ആവശ്യമായ വൈദ്യുതി ഉത്പാദിപ്പിക്കുന്നത്. വ്യത്യസ്ത ഊർജ്ജങ്ങളിൽ നിന്ന് വൈദ്യുതി ഉത്പാദിപ്പിക്കാൻ നീരാവിയുടെ ശക്തിയിൽ നിന്നും, കാറ്റിന്റെ ശക്തിയിൽ നിന്നും, ഒഴുകുന്ന ജലത്തിന്റെ ശക്തിയിൽ നിന്നും, ആണവോർജ്ജത്തിൽ നിന്നെല്ലാം വൈദ്യുതി ഉത്പാദിപ്പിക്കാൻ കഴിയും. കേരളത്തിൽ 2 സ്ഥലങ്ങളിൽ മാത്രമാണ് വിൻഡ്മില്ലുകൾ ഉള്ളത്. ഒന്ന് പാലക്കാട് ജില്ലയിലെ കഞ്ചിക്കോട്ടിലും ഇടുക്കി ജില്ലയിലെ രാമക്കൽമേട്ടിലുമാണ്. കേരളത്തിൽ പുതുതായി പണി നടന്നുകൊണ്ടിരിക്കുന്ന ഹൈവേകൾ യഥേഷ്ടം കാറ്റ് ലഭ്യമാണ്. ഈ ഹൈവേകൾ ധാരാളം കിലോമീറ്ററുകൾ ഉള്ളതിനാൽ ഇതിലേക്ക് ആവശ്യമായ സ്ട്രീറ്റ് ലൈറ്റുകളും ട്രാഫിക് സിഗ്നൽ ബോർഡുകളും പ്രവർത്തിക്കാൻ ധാരാളം വൈദ്യുതി ആവശ്യമായി വരുന്നു. നിലവിൽ കേരളത്തിലെ ജലവൈദ്യുതി നിലയങ്ങളിൽ നിന്നാണ് ഇതിനെല്ലാം ആവശ്യമായ വൈദ്യുതി ഉത്പാദിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ കൂടുതൽ വൈദ്യുതി ഉത്പാദിപ്പിക്കേണ്ടി വരുന്നു. ഇത് ഊർജ്ജ പ്രതിസന്ധിയിലേക്ക് നയിക്കുന്നു. ഹൈവേകളിൽ നിരന്തരമായി വാഹനങ്ങൾ പോകുന്നതിനാൽ അവിടെ കാറ്റുണ്ടാക്കുന്നു. ഈ കാറ്റ് ഹൈവേകളിൽ രൂപപ്പെടുന്ന വെർട്ടിക്കൽ ഫിറ്റ് ഉപയോഗിച്ച് ടർബൈൻ കറക്കി വൈദ്യുതി ഉത്പാദിപ്പിക്കാൻ കഴിയും. ഈ വൈദ്യുതി ഉപയോഗിച്ച് ഹൈവേകളിലെ സ്ട്രീറ്റ് ലൈറ്റുകൾക്കും സിഗ്നൽ ബോർഡുകൾക്കും ആവശ്യമായ വൈദ്യുതി ലഭിക്കുന്നു. ജലവൈദ്യുതി നിലയങ്ങളിലെ ജലം സംരക്ഷിക്കുകയും വൈദ്യുത പ്രതിസന്ധി മറികടക്കാനാവുകയും ചെയ്യുന്നു. ഇത് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്ന് നോക്കാം. നിർമ്മിക്കാൻ പ്ലാസ്റ്റിക് പോലെയുള്ള വേസ്റ്റ് വസ്തുക്കളൊന്നും ഉപയോഗിച്ചിട്ടില്ല. ഇതിന്റെ ബേസായി ഉപയോഗിച്ചിരിക്കുന്നത് ഹാർഡ് ബോർഡാണ്. ബിൽഡിങ്ങുകളും വാഹനങ്ങളും മറ്റും നിർമ്മിച്ചിരിക്കുന്നത് ഹാർഡ് ബോർഡ് ഉപയോഗിച്ചാണ്. ആവശ്യമായ ഫ്ലെക്സിബിൾ 60 രൂപയാണ് വന്നിട്ടുള്ളത്. ഇതിന്റെ പോസിറ്റീവ് എഫക്ട്സ്, ഇത് ക്ലീൻ എനർജി സോഴ്സ് ആണ്. ഇതുപോലെ ഇത് അന്തരീക്ഷ മലിനീകരണം ഉണ്ടാക്കുന്നില്ല. ഇതിന് നെഗറ്റീവ് എഫക്റ്റുകളായി ഒന്നും തന്നെ ഇല്ല. ഇത് പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന ചെറിയൊരു നോയ്സ് മാത്രമാണ് ഇതിന്റെ നെഗറ്റീവ് എഫക്റ്റുകൾ.